സർക്കാർ ഇപ്പോൾ നൽകുന്ന സൗജന്യങ്ങൾ അതേപോലെ ധനികർക്കും നൽകേണ്ടതുണ്ടോ എന്നാണ് നവകേരളത്തിനായുള്ള പൊതുരേഖ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ചോദ്യം. സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക സെസ് ഏർപ്പെടുത്തും. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നവീകരണത്തിനോ സ്വകാര്യ മൂലധനം സ്വീകരിക്കും. നയവ്യതിയാനം പശ്ചിമബംഗാളിലെ പാർട്ടിക്കുണ്ടാക്കിയ തകർച്ച ചില പ്രതികൾ ഓർമ്മിപ്പിച്ചെങ്കിലും ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ടു പോകാമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. രേഖ സമ്മേളനം പാസാക്കി. പുതിയ ആശയങ്ങൾ പ്രാബല്യത്തിൽ വരുമ്പോൾ കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പാർട്ടി സെക്രട്ടറിയുടെ ഉറപ്പ്. ഇപ്പോൾ വൈറസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളുള്ള ഒരു നാടാണല്ലോ ലോകം മുഴുവൻ. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലബോറട്ടറികൾ അതൊക്കെ കേരളത്തിൽ സജ്ജീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാതത്ര കാര്യങ്ങൾ കഴിഞ്ഞ ഒരു 8-8.5 വർഷം കൊണ്ട് കേരളം നേടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ നിന്ന് എത്രത്തോളം മുന്നോട്ട് പോകാനാവുമെന്നുള്ളതാണ് ഞങ്ങൾ സമ്മേളനം ചർച്ച ചെയ്തത്. നവകേരളത്തിനായുള്ള പൊതുരേഖ ചെറിയ ഭേദഗതികൾ വരുത്തി അധികം വൈകാതെ ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യും. CPM-ന്റെ നയമാറ്റങ്ങളുടെ നയരേഖ അംഗീകരിച്ച സമ്മേളനമെന്നായിരിക്കും കൊല്ലം സംസ്ഥാന സമ്മേളനം ചരിത്രത്തിൽ രേഖപ്പെടുക. ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്.